പുതിയ എക്സാമിനെയാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നത്. ടീച്ചറിന്റെ പേരറിയാമല്ലോ. പേരൊന്ന് പറഞ്ഞേ മക്കളെ. എക്സാമിന്റെ പേരെന്താ? പുതിയ എക്സാമിന്റെ പേരെന്താ? അജിതകുമാരി ടീച്ചർ. ഒന്ന് പറഞ്ഞേ. അപ്പൊ ടീച്ചറാണ് നമുക്ക് സ്വാഗതം ആശംസിച്ചത്. അപ്പൊ ടീച്ചറിന് ഞങ്ങളുടെ പേരിൽ എല്ലാം സമർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗം ലോക്കൽ മാനേജർ ശ്രീ അച്ഛനാണ്. അച്ഛനെ നമുക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂളില് നമ്മളെപ്പോലെ തന്നെ വന്ന് പങ്കെടുക്കുന്ന അച്ഛന് എന്റെയും സ്കൂളിന്റെയും പേരിലുള്ള കൃതജ്ഞത സമർപ്പിക്കുന്നു. അടുത്തതായി ഉദ്ഘാടനം നടത്തിയ വാർഡ് മെമ്പർ ശ്രീ പ്രിയ മേഡമാണ്. നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ചാണ് നമ്മൾ ഈ വർഷം പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓഫീസിലേക്ക് എല്ലാവർക്കും ബഹുമാന്യ ദേവദാസൻ കുടുംബങ്ങൾ ക്ഷേത്ര ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന ദേവദാസന്, അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായി താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ബഹുമാന്യ സാറും, അതുപോലെ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആളായിട്ടിരിക്കുന്ന മെഡിക്കൽ സാർ, എല്ലാവർക്കും അതുപോലെ ഇവിടെ കലർന്നുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, വളരെയധികം കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറ്. സാറ് ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിച്ചുവെങ്കിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വളരെയധികം വിശാലമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിസരങ്ങളിൽ തന്നെ സാറ് ഉണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം. ഏത് കാര്യങ്ങൾക്കായാലും സാറ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്നേഹം ബഹുമാനമുള്ള ഉണ്ണികൃഷ്ണൻ സാർ അവരുടെ സന്തോഷത്തോടെ ആശംസകൾ എത്തിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. ഞാനിങ്ങോട്ടെ കഴിഞ്ഞ മാർച്ച് 31 റിട്ടയർമെന്റ് ആയി. തുടർന്ന് നമ്മുടെ സ്കൂളിലേക്ക് അടുത്ത ദിവസം തന്നെ LMS UPS ഉറിയാക്കോട് സ്കൂളിലെ അജിതകുമാരി ടീച്ചറാണ് കടന്നു വന്നിട്ടുള്ളത്. ടീച്ചർ കിളിക്കൊല്ലൂർ, ഉറിയാക്കോട് എന്നീ സ്കൂളുകളിൽ ഓരോ വർഷം HM-ആയിട്ട് സേവനമനുഷ്ഠിച്ചു. ടീച്ചർ താമസിക്കുന്നത് നമ്മുടെ പാപ്പനംകോട് സത്യനഗർ എന്ന സ്ഥലത്താണ്. ടീച്ചറിനെ നമ്മുടെ സ്കൂളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു ലഭിച്ചിരിക്കുന്നത്. പുതിയ HM-നെ പരിചയപ്പെടുത്തുന്നതിനായി ശ്രീമതി ക്ഷേമ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിച്ചു.
ക്രിസ്ത്യൻസിന്റെ സാരഥികളായിട്ടുള്ള ബഹുമാന്യർ, ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് ഈ പ്രവേശനോത്സവം ഗംഭീരമാക്കാനായി തയ്യാറായി എത്തിയിട്ടുള്ള രക്ഷകർത്താക്കൾ, കൂടാതെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. 2 മാസം നന്നായിട്ട് വീട്ടിൽ നിന്ന് കളിച്ച് ഇന്ന് സുഹൃത്തുക്കളെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും, അല്ലേ? എല്ലാവരും കൂട്ടുകാരെ കണ്ടില്ലേ? അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ മാത്രം നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്തായിരുന്നു ഇവിടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അത് ശരിയാണോ? അല്ല. കാര്യം ഇനിയും 10 മാസം നിങ്ങൾക്ക് കൂട്ടുകാർക്കൊപ്പം കളിച്ചിരുന്നൂടെ? ഒരുപാട് ഇലക്ട്രീഷ്യൻ വർക്ക് പണികളെല്ലാം ചെയ്തു. വിട്ടുപോയി ക്ഷമിക്കാം. എന്നെ സഹായിച്ചിട്ടുണ്ട്. 2 പേരെയും നമ്മളെ വിദ്യാലയത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലേക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നോട്ടീസിൻ പ്രകാരം അധ്യക്ഷ പ്രസംഗമാണ്. ഞാൻ കൂടുതലായിട്ട് നിങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും ഇന്ന് ധാരാളം വിശിഷ്ട അതിഥികൾ എന്റെ 2 വശത്തുമായിട്ട് ഇരിപ്പുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഞാനും നമ്മുടെ വാർഡ് മെമ്പറും എല്ലാ പ്രോഗ്രാമിലും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പുതിയൊരു അധ്യയന വർഷം ദൈവം ദാനമായി നൽകിയതിന് നമുക്ക് ആദ്യം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനായി കുഞ്ഞുങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഇവിടെ ആരും സങ്കടത്തോടെ ദുഃഖത്തോടെ ഇരിക്കേണ്ട, സന്തോഷത്തിന്റെ ദിവസമാണ്. നല്ല കുഞ്ഞുങ്ങളെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. പഠനം എന്നുള്ളത് നമ്മുടെ കരച്ചിലിന്റെ ദിവസമല്ല, സന്തോഷത്തിന്റെ ദിവസമാണ്. അതുപോലെ ഈ ഒരു വർഷം മുഴുവൻ സന്തോഷത്തോടെ നമുക്ക് ആയിരിക്കാൻ ശ്രമിക്കാം. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്ന് പ്രവേശനോത്സവം ആഘോഷിക്കുന്നത്. നാളെ മുതൽ നമ്മൾ ടൈം അനുസരിച്ചുള്ള ക്രമമായിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങും. നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ കണ്ടു കാണും. അതന്നെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ലോക്കൽ മാനേജറായിരിക്കുന്ന നമ്മുടെ ബഹുമാനമുള്ള അച്ഛനെയാണ് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ വന്നു ചേർന്നതിന്റെ അന്ന് മുതൽ ഇതുവരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും അച്ഛൻ വളരെ താല്പര്യത്തോടെ സഹായിച്ചു വരുന്നുണ്ട്. അച്ഛനെ ഈ ഒരു വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ഉദ്ഘാടനം ചെയ്യാനായി കടന്നിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറെയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ വാർഡ് മെമ്പർ നമുക്ക് വളരെ വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ പരിസരം ഇത്രയും വൃത്തിയായി കിടക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറിന്റെയും വാർഡിന്റെ കൂടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും പരിശ്രമ ഫലമായിട്ടാണ്. ഞാൻ പറഞ്ഞ അപ്പോൾ തന്നെ നമ്മുടെ സ്കൂൾ പരിസരം വൃത്തിയാക്കി തരാമെന്ന് ഏൽക്കുകയും 2 ദിവസമായിട്ട് വന്ന് സമാധാനമായിട്ട് നമുക്കത് ചെയ്തു തരികയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡ് മെമ്പറിന്റെ ആത്മാർത്ഥയെ നമുക്ക് പ്രശംസിക്കാം. അപ്പോൾ അതുപോലെ ഇന്നത്തെ ചടങ്ങിലും ഉദ്ഘാടനം ചെയ്യാനായി സന്തോഷത്തോടെ വന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വാർഡ് മെമ്പറെയും നമ്മുടെ ഈ ചടങ്ങിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് ഞാൻ വിളിച്ച ഉടൻ തന്നെ മിക്ക പ്രവർത്തനങ്ങൾ എന്നോടൊപ്പം ഓടി എത്തി സഹായിക്കാറുണ്ട്. നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഈ വർഷം പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഓഫീസിലേക്ക് എല്ലാവർക്കും വേണമെങ്കിൽ